Hey, hello and welcome to One Nice Academy. Welcome to our daily news analysis. So 15th October 2025 important articles are നോക്കുന്നത്. Moving on to the first article. Okay, first article, 42% OBC quota enhancement will of the people, says Telangana government. അപ്പോൾ ഇത് റീസെന്റ് ആയിട്ട് തെലങ്കാന ഗവൺമെന്റ് നമ്മൾ സുപ്രീം കോടതിനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തെലങ്കാന ഗവൺമെന്റിലെ ദാറ്റ് മീൻസ് മുനിസിപ്പൽ അല്ലെങ്കിൽ പഞ്ചായത്ത് എലക്ഷൻ വരുന്ന സമയത്ത് OBC റിസർവേഷൻസ് 42% OBCക്കാർക്ക് റിസർവേഷൻ നൽകണമെന്ന് പറഞ്ഞിട്ടായിരുന്നു തെലങ്കാന ഗവൺമെന്റ് സുപ്രീം കോടതിയെ സമീപിച്ചത്. അപ്പോൾ ഓൾറെഡി തെലങ്കാന ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓക്കെ, ഇത്ര ശതമാനം റിസർവേഷൻ അനുവദിക്കാൻ സാധിക്കില്ല. അപ്പൊ 42% റിസർവേഷൻ ഞങ്ങൾക്ക് OBCക്ക് വേണം, അതായത് മുനിസിപ്പൽ ഇലക്ഷനിൽ വേണമെന്നായിരുന്നു നമ്മുടെ തെലങ്കാന ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഹൈക്കോടതി സമ്മതിക്കാത്തതുകൊണ്ട് എവിടേക്ക് പോയി? സുപ്രീം കോടതിയിലേക്ക് സമീപിച്ചു. അപ്പം ഈ ഒരു 42% കൂടി നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ടോട്ടൽ റിസർവേഷൻ എന്ന് പറയുന്നത് ഓൾറെഡി SC/ST റിസർവേഷൻ SC കാറ്റഗറിക്ക് 15%, ST കാറ്റഗറിക്ക് 10%, ഈ പറഞ്ഞിട്ടുള്ള 42% മൊത്തത്തിൽ ആഡ് ചെയ്യുന്ന സമയത്ത് 67% എന്താണ് ടോട്ടൽ റിസർവേഷൻ എന്ന് പറയുന്നത്. ഈ ടോട്ടൽ റിസർവേഷൻ ഓൾറെഡി നമ്മൾ 1992 ഇന്ദിരാ ഷോണി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിരിക്കുന്ന കേസിന്റെ അകത്ത് ഓൾറെഡി നമ്മുടെ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നു 50% മാത്രമേ റിസർവേഷൻസ്. ഓക്കെ, അപ്പം 1992 ഇന്ദിരാ ഷോണി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിൽ 50% മാത്രമാണ് ഏത് രീതിയിലാണെങ്കിൽ നിങ്ങൾ റിസർവേഷൻ നൽകാൻ പാടുള്ളൂ എന്ന് നമ്മുടെ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് തെലങ്കാന ഗവൺമെന്റ് ഇപ്പം OBC കാറ്റഗറിക്ക് മുനിസിപ്പൽ ഇലക്ഷനിൽ 42% കൂടി വേണമെന്ന സമയത്ത് ടോട്ടൽ റിസർവേഷൻ നമ്മൾ നൽകുന്നത് 67%. ഇത് ഓൾറെഡി സുപ്രീം കോടതി പറഞ്ഞ 50% സീലിംഗിനെക്കാട്ടും കൂടുതലായിരിക്കും. അപ്പൊ തെലങ്കാന ഗവൺമെന്റ് പറയുന്ന കുറച്ച് ആർഗ്യുമെന്റ്സ് എന്താണ്, അല്ലെങ്കിൽ അവരുടെ ലീഗൽ സ്റ്റാൻഡ് പോയിന്റുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിസർവേഷൻസ് 50% റിസർവേഷൻസ് ലോക്കൽ ബോഡി ഇലക്ഷൻസിൽ ആവശ്യമായിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഇതൊരു ജനറൽ ഗൈഡിംഗ് പ്രിൻസിപ്പിൾ ആണ്. ഒരിക്കലും ഇതൊരു സ്പെസിഫിക് ആയിട്ട് ലീഗൽ ലിമിറ്റ് അല്ല. 50% കൂടുതൽ ആയാലും കുഴപ്പമില്ല എന്നാണ് തെലങ്കാന ഗവൺമെന്റ് പറയുന്നത്. അതൊരിക്കലും സുപ്രീം കോർട്ട് എന്താണ് കോൺസ്റ്റിറ്റ്യൂഷണൽ അല്ലെങ്കിൽ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റി അല്ല എന്നാണ് തെലങ്കാന ഗവൺമെന്റ് പറയുന്നത്. അവർ പറഞ്ഞു 50% കൂടുതലും കുഴപ്പമൊന്നുമില്ല, കാരണം ലോക്കൽ ബോഡി ഇലക്ഷൻസ് ആണെന്ന് പറഞ്ഞിട്ടുള്ളത്. കാരണം ഓൾറെഡി നമ്മൾ റീസെന്റ് ആയിട്ട് തെലങ്കാന ബാക്ക്വേർഡ് ക്ലാസസ് റിസർവേഷൻ ഓഫ് സീറ്റ്സ് ഇൻ റൂറൽ ആൻഡ് അർബൻ ലോക്കൽ ബോഡീസ് ബില്ലിൽ പറയുന്ന ഒരു കാര്യം, അവർ ഓൾറെഡി നമ്മുടെ തെലങ്കാന സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ 42% OBC കാറ്റഗറിക്ക് റിസർവേഷൻ നൽകണം. അതായത് മുനിസിപ്പൽ ഇലക്ഷനിലൊക്കെ 42% OBC കാറ്റഗറി തന്നെ മത്സരിക്കണം എന്നുള്ള കാര്യങ്ങൾ യുനാനിമസ്ലി സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ എന്ത് ചെയ്താണ് പാസ് ചെയ്തൊരു ബില്ലാണ്. അപ്പൊ ഈ പാസ് ചെയ്തിരിക്കുന്ന ബില്ല് ഹൈക്കോടതിയിലേക്ക് എത്തിയ സമയത്ത് അവരവിടെ തടയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഗവൺമെന്റ് പറയുന്ന ഒരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈക്കോടതി അത് തടയാൻ പാടില്ലായിരുന്നു, ബിക്കോസ് ഇത് വിൽ ഓഫ് ദ പീപ്പിൾ ആണ്. അതായത് പീപ്പിൾസിന്റെ ഒരു ആവശ്യകതകൾ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ 42% റിസർവേഷൻ നൽകുന്നത്. അതൊരിക്കലും ഒരു ലെജിസ്ലേറ്റീവ് ആക്ഷൻസ് കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കോർട്ട് അല്ലെങ്കിൽ ജുഡീഷ്യൽ പ്രൊസീഡിങ്സ് കൊണ്ടോ ബ്ലോക്ക് ചെയ്യാൻ പാടില്ല. അങ്ങനെ ബ്ലോക്ക് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഫെഡറൽ സ്ട്രക്ചറിനെ തന്നെയാണ് ബാധിക്കുന്നത്. ബിക്കോസ് ജനങ്ങൾ പറഞ്ഞിട്ടാണ് ഞങ്ങൾ റിസർവേഷൻ നൽകിയിട്ടുള്ളത്. റിസർവേഷൻ നൽകിയ സമയത്ത് 67% ആയി. അതുകൊണ്ട് ഒരിക്കലും അത് സുപ്രീം കോടതിന് 50% സീലിംഗിൽ ഉൾപ്പെടുത്താൻ പാടില്ല എന്നാണ് തെലങ്കാന ഗവൺമെന്റ് സുപ്രീം കോടതിയിൽ ആർഗ്യൂ ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ. അതിന് തന്നെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പോളിസി ഡയമെൻഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ 1992 ഇന്ദിരാ ഷോണി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിന്റെ അകത്ത് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നു, എത്ര വേണമെങ്കിൽ നിങ്ങൾ റിസർവേഷൻ നൽകിക്കോളൂ, പക്ഷെ ആ റിസർവേഷൻ ഒരിക്കലും 50% കൂടാൻ പാടില്ല. ബിക്കോസ് എത്രത്തോളം ശതമാനം റിസർവേഷൻ കൂടുന്നോ അത്രത്തോളം ശതമാനം ജനറൽ കാറ്റഗറിക്ക് എന്ത് സംഭവിക്കും, ഓപ്പർച്യൂണിറ്റീസ് കുറയാണ് ചെയ്യുന്നത്. ബട്ട് ഇതിനകത്തുള്ള കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 1992 കേസിന്റെ അകത്ത് ഈ ജോബ്സ് അല്ലെങ്കിൽ നമ്മൾ ഗവൺമെന്റ് ജോബ്സുകൾ എടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ പഠിക്കുന്ന സമയത്തോ ആണ് ഈ 50% സീലിംഗ് നൽകിയിട്ടുള്ളത്. അപ്പൊ ഓൾറെഡി അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റ് ജോബ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ അവിടെയാണ് ഈ 50% സീലിംഗ്സ് വെച്ചിട്ടുള്ളത്. അപ്പം ഈ ലോക്കൽ ബോഡി അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ഇലക്ഷൻസിലൊക്കെ ഈ 50% സീലിംഗ്സ് ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ അത് ഇപ്പോഴും ഒരു ആംബിഗ്യൂറ്റി നിലനിൽക്കുന്നുണ്ട്. അപ്പം ആ ഒരു സീലിംഗ് ഈ മുനിസിപ്പാലിറ്റി ഇലക്ഷൻ എന്ന് പറയുന്നത് സെപ്പറേറ്റ് കാര്യമാണല്ലോ. ഇലക്ഷൻ, ജോബ്, എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് മൂന്ന് കാര്യങ്ങളാണ്. അപ്പൊ ജോബ്സിനും എഡ്യൂക്കേഷനിലും 50% മാത്രം സീലിംഗ്സ് വെക്കണം എന്നാണ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഒരു ആംബിഗ്യൂറ്റി ഇപ്പോഴും ലോക്കൽ ബോഡീസിൽ നിലനിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു കേസ് ഹൈലൈറ്റ് ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫെഡറൽ സ്ട്രക്ചർ ആണ്. ദാറ്റ് മീൻസ്
ഈ ഫെഡറൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റിന് അനുസരിച്ചിട്ട് അവരെന്ത് ചെയ്യാം, അവർ വർക്ക് ചെയ്യുക, അവരുടെ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പോളിസി ഫ്രെയിംവർക്കുകൾ അവർക്ക് കൊണ്ടുവരാം, യൂണിയൻ ഗവൺമെന്റ് അവരുടെ രീതിയിൽ വർക്ക് ചെയ്യുക. സോ ഇതാണ് ഫെഡറൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ടെൻഷൻസ്, ഇത്തരത്തിലുള്ള ഒരു കൺട്രോളിങ് സെൻട്രൽ ഗവൺമെന്റിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ കാര്യങ്ങളും പറഞ്ഞ് ഈ പറഞ്ഞ സുപ്രീം കോർട്ടോ ഹൈക്കോടതിയോ തടയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഫെഡറൽ സ്ട്രക്ചറിനെ ബാധിക്കും. അതായത് ഫെഡറൽ ടെൻഷൻസ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടും. ദാറ്റ് മീൻസ് സ്റ്റേറ്റ് ഗവൺമെന്റിന് അവരുടേതായ ഓട്ടോണമസ് പവേഴ്സ് വെച്ചിട്ട് അവർക്ക് വർക്ക് ചെയ്യാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. ഇനി റെലവൻസ് ആൻഡ് സോഷ്യോ പൊളിറ്റിക്കൽ ഇമ്പാക്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തെലങ്കാന ഗവൺമെന്റ് പറഞ്ഞൊരു കാര്യമുണ്ട്. തെലങ്കാന ഗവൺമെന്റ് പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷൻ ലിമിറ്റുകൾ നമ്മൾ അംഗീകരിക്കും. കാരണം 50% മാത്രം റിസർവേഷൻ നൽകണമെന്ന് പറയുന്നത് ഓക്കെ, ഞങ്ങൾ അത് അംഗീകരിക്കാവുന്ന ഒരു കാര്യമാണ്. ബട്ട് എല്ലാ കാര്യങ്ങളിലും ഒരു കോണ്ടെക്സ്ച്വൽ അപ്ലിക്കേഷൻസ് പ്രാബല്യത്തിൽ വരണം. അതായത് ദാറ്റ് മീൻസ് കോൺസ്റ്റിറ്റ്യൂഷൻ ലിമിറ്റ് വന്നാൽ പോലും ആ നാട്ടിലെ ആളുകളെയോ ആ നാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ച് മാത്രമാണ് ഇത് കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ. ദാറ്റ് മീൻസ് ലോക്കൽ കണ്ടീഷൻ എന്താണോ അതിനനുസരിച്ചിട്ട് മാത്രമേ കോൺസ്റ്റിറ്റ്യൂഷൻ ലിമിറ്റ് വെക്കാൻ പാടുള്ളൂ. ഓക്കെ, ഇപ്പൊ കേരളത്തിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ലിമിറ്റ് വെച്ചു, അതേ ഒരു കണ്ടീഷൻസ് വെച്ചിട്ട് നമുക്ക് ഛത്തീസ്ഗഡിൽ വെക്കാൻ പറ്റില്ല. കാരണം കേരളത്തിലെ കണ്ടീഷൻ ലോക്കൽ കണ്ടീഷൻ പോലെ ആയിരിക്കില്ല ഛത്തീസ്ഗഡ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേറ്റിൽ ഉണ്ടാവുന്നത്. അപ്പൊ ആ ഒരു കാര്യമാണ് തെലങ്കാന ഗവൺമെന്റ് ആർഗ്യൂ ചെയ്തിട്ടുള്ളത്. ലോക്കൽ കണ്ടീഷൻ അനുസരിച്ചിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ലിമിറ്റ് വെക്കുക, അല്ലാതെ എല്ലാവർക്കും കോമൺ ആയിട്ട് അപ്ലിക്കബിൾ ആവുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ലിമിറ്റ് വെക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബട്ട് സുപ്രീം കോർട്ട് കാര്യം പറഞ്ഞിട്ടുള്ള സുപ്രീം കോർട്ട് പറഞ്ഞു, ഇനി ഏതെങ്കിലും കാരണവശാൽ ഞങ്ങൾ തെലങ്കാന ഗവൺമെന്റിന് ഈ ഒരു ഫേവറിംഗ് നൽകുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ഓക്കെ, നിങ്ങൾ 67% നിങ്ങൾ റിസർവേഷൻ എടുത്തോളൂ എന്നൊരു കണ്ടീഷൻസ് പറയുകയാണ്, എന്ത് സംഭവിക്കും, മറ്റ് ഗവൺമെന്റുകളും ഈ ഒരു കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യും. അതായത് നാളെ പോയിട്ട് കേരള ഗവൺമെന്റ് പറയും ഓക്കെ ഞങ്ങൾക്കും വേണം 67%. അപ്പൊ അങ്ങനെ എല്ലാ ഗവൺമെന്റുകളും ഈ ഒരു 67% ഞങ്ങൾക്ക് റിസർവേഷൻ വേണം എന്ന് പറഞ്ഞു വരും. അപ്പൊ അതുകൊണ്ട് സുപ്രീം കോർട്ട് പറഞ്ഞു, നിങ്ങളെ ലോക്കൽ കണ്ടീഷൻ ഞങ്ങൾക്ക് മനസ്സിലായി, പക്ഷെ നിങ്ങളുടെ ലോക്കൽ കണ്ടീഷൻ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് റിസർവേഷൻ അനുവദിക്കാൻ പറ്റില്ല. കാരണം നിങ്ങൾക്ക് അനുവദിച്ചു കഴിഞ്ഞാൽ മറ്റ് ലോക്കൽ ഗവൺമെന്റുകളും അല്ലെങ്കിൽ മറ്റ് ഗവൺമെന്റുകളും ഞങ്ങളുടെ അടുത്ത് വന്ന് ഇതേ കാര്യങ്ങൾ ചോദിക്കും. അത് നമ്മുടെ ഫെഡറൽ സ്ട്രക്ചറിനെയോ അല്ലെങ്കിൽ ടോട്ടലി ഉള്ള ഒരു ഗവേണൻസിന് അത് ബാധിക്കുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇതിൽ നിങ്ങൾ നോക്കേണ്ട വേറെ കാര്യം വെച്ചാൽ 243D 243T എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്ന ആർട്ടിക്കിൾസ് ആണ്. ഇത് നമ്മളെ മുനിസിപ്പാലിറ്റീസ് അതുപോലെ തന്നെ പഞ്ചായത്തുകളൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്ന ആർട്ടിക്കിൾസ് ആണ്. ഓക്കെ, അപ്പൊ ഈ ആർട്ടിക്കിൾസിൽ നമുക്ക് നോക്കേണ്ട ഒരേ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 67% റിസർവേഷൻ നൽകുന്ന സമയത്ത് എന്തൊക്കെയാണ് ഇതിന്റെ ഇഷ്യൂസ്, എന്തുകൊണ്ടാണ് 67% റിസർവേഷൻ നൽകാത്തത്. ഈ 1992 ഈ കേസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കേസാണ്. ഇന്ദിര ഷോണി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ് വളരെ ഇമ്പോർട്ടന്റ് ആയ കേസാണ്. ഇത് ഓരോ തവണയും UPSC ചോദിക്കുന്ന ഒരു ഏരിയ ആണ് ഈ പറഞ്ഞിട്ടുള്ള 50% റിസർവേഷൻ സീലിംഗ് എന്ന് പറയുന്നത്. ഇത് മെയിൻ ആയിട്ട് ചോദിക്കുന്നത് മെയിൻസ് എക്സാമിനേഷൻ ആണ്. ഓക്കെ, മൂവിംഗ് ഓൺ ടു നെക്സ്റ്റ് ആർട്ടിക്കിൾ, പവറിംഗ് അപ്പ് ഓസ്ട്രേലിയ ഇന്ത്യ ക്ലീൻ എനർജി പാർട്ണർഷിപ്പ്. ഇപ്പൊ ഈ ആർട്ടിക്കിൾസിന്റെ ക്രക്സ് പോയിന്റ് എന്ന് പറയുന്നത് റീസെന്റ് ആയിട്ട് ഇന്ത്യയും ഓസ്ട്രേലിയയും റിന്യൂവബിൾ എനർജി പാർട്ണർഷിപ്പിന് കൈകൊടുത്തിട്ടുണ്ട്. ഓക്കെ, ദാറ്റ് മീൻസ് REP, റിന്യൂവബിൾ എനർജി പാർട്ണർഷിപ്പ്. അപ്പൊ ഈ ഒരു പാർട്ണർഷിപ്പില് ഇവര് രണ്ട് രാജ്യങ്ങളും കൂടി ചേർന്നിട്ട് സോളാർ ടെക്നോളജി, ഗ്രീൻ ഹൈഡ്രജൻ, എനർജി സ്റ്റോറേജ്, ഗ്രിഡ് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ആൻഡ് റെയർ എർത്ത് സപ്ലൈ ചെയിൻസ്, ഈ ഒരു സപ്ലൈ ചെയിൻസ് ഒക്കെ എലാബറേറ്റ് ചെയ്യുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ ഈ പാർട്ണർഷിപ്പ് കൊണ്ട് അവർ എയിം ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലോബലി ഒരു ഗ്ലോബൽ ക്ലീൻ എനർജി സപ്ലൈ ചെയിൻസ് ക്രിയേറ്റ് ചെയ്യുക. അതായത് പലപ്പോഴും നമ്മളെ ക്രിട്ടിക്കൽ മിനറൽസ് ആയിട്ടുള്ള ഇപ്പം ഏകദേശം റെയർ എർത്ത് മിനറൽസ് ഒക്കെ കൂടുതലും നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ രാജ്യങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ചൈനയാണ്. അപ്പൊ ചൈനയിലൊന്നും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാതെ എന്താണ് റെഡ്യൂസ് ചൈന ഡിപ്പെൻഡൻസി കുറയാം, എസ്പെഷ്യലി ക്രിട്ടിക്കൽ മിനറൽസിന് വേണ്ടിയിട്ട്. അപ്പൊ ക്രിട്ടിക്കൽ മിനറൽസ് വെച്ച് നമ്മൾ ഫോർ എക്സാമ്പിൾ ഈ ലിഥിയം ബാറ്ററീസ് ആണ് നമ്മൾ കൂടുതലും ഈ EV ഇലക്ട്രിക്കൽ വെഹിക്കിൾസിലൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പൊ ലിഥിയൊക്കെ ഇമ്പോർട്ട് ചെയ്യുന്നത് പലപ്പോഴും ചൈനയിൽ നിന്നൊക്കെയാണ്. അപ്പം ഈ ചൈനയൊക്കെ അധികം ഡിപ്പെൻഡ് ചെയ്യാൻ നമുക്ക് കുറക്കാം, നമുക്കൊരു ക്ലീൻ എനർജി സപ്ലൈ ചെയിൻസ് ഉണ്ടാക്കിയെടുക്കാം. അതാണ് ഈ ഒരു പാർട്ണർഷിപ്പ്, ഇന്ത്യ ഓസ്ട്രേലിയ പാർട്ണർഷിപ്പിന്റെ ഭാഗമായിട്ട് നടക്കുന്നത്. ഇതൊരു 2-way ഇൻവെസ്റ്റ്മെന്റ് പോളിസിയാണ്. അതായത് നമ്മൾ അങ്ങോട്ടേക്ക് ഇൻവെസ്റ്റ് ചെയ്യും, അവർ ഇങ്ങോട്ടേക്ക് ഇൻവെസ്റ്റ് ചെയ്യും. കപ്പാസിറ്റി ബിൽഡിംഗ് ആയിക്കോട്ടെ, റെഗുലേറ്ററി അലൈൻമെന്റ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ വർക്ക് ഫോഴ്സ് ആൻഡ് റിസർച്ചിങ്, സ്ട്രെങ്തനിങ് എനർജി ട്രാൻസിഷൻ തുടങ്ങിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും രണ്ട് രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹകരിക്കും എന്നാണ് പറയുന്നത്. കാരണം ഇതിൽ ഈ ഒരു ഇന്ത്യ ഓസ്ട്രേലിയ, എന്തുകൊണ്ടാണ് ഇന്ത്യ ഓസ്ട്രേലിയ എന്ന് പറഞ്ഞ കണ്ടീഷൻ നോക്കുന്ന സമയത്ത് ഇവിടെ നമുക്ക് മെയിൻ ആയിട്ട് നോക്കേണ്ട കാര്യം ഇന്തോ പസഫിക് റീജിയൻ ആയിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ ഇന്തോ പസഫിക് റീജിയൻ ഈ റീജിയൻ എപ്പോഴും ക്ലൈമറ്റ് വൾണറബിൾ ആയിട്ടുള്ള ഏരിയ ആണ്. അതായത് ഏതൊരു ചുഴലിക്കാറ്റ് അടിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഭൂമികുലുക്കായിക്കോട്ടെ അല്ലെങ്കിൽ സുനാമി ആയിക്കോട്ടെ, ഏറ്റവും കൂടുതൽ ക്ലൈമാറ്റിക് ഇഷ്യൂസുകൾ സംഭവിക്കുന്ന ഈ റീജിയനിലാണ്. ഈ ക്ലൈമാറ്റിക് ഇഷ്യൂസുകൾ സംഭവിക്കുന്നതിന് മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഈ ഒരു മേ ബി ഒരു മൈനിങ് ആക്ടിവിറ്റീസ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആക്ടിവിറ്റീസ് കൊണ്ടാണ് ഈ ഒരു റീജിയൻസ് ഒരു ക്ലൈമാറ്റിക് കണ്ടീഷൻസ്, ക്ലൈമാറ്റിക് പ്രോൺ ഏരിയ ആയിട്ട് മാറുന്നത്.
അപ്പം ഈ റീജിയണിൽ നമ്മളൊരു ക്ലീൻ എനർജി മിഷനിൽ ഫോക്കസ് ചെയ്യാൻ, രണ്ട് രാജ്യങ്ങളും ക്ലീൻ എനർജി മിഷനിൽ ഫോക്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള ഡിസാസ്റ്റർ റിസ്കുകൾ നമുക്ക് കുറക്കാൻ സാധിക്കും. എൻവയറമെന്റിനെ നമ്മൾ ഒന്നും ചെയ്യുന്നില്ല, എൻവയറമെന്റ് ഒന്നും ചെയ്യാതെ നമുക്ക് ഡിസാസ്റ്റർ റിസ്ക് ഏകദേശം കുറക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇന്ത്യ പറയുന്നത് അടുത്ത 2030 ആവുന്നതോടുകൂടി തന്നെ ഏകദേശം 50% റിന്യൂവബിൾ എനർജി കപ്പാസിറ്റി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇന്ത്യയുടെ ഒരു ഗ്രോത്ത് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത്. ഇതിൽ സപ്ലൈ ചെയിൻ ഡൈവേഴ്സിഫിക്കേഷന്റെ ആവശ്യകത എന്താണ്? ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ നമ്മുടെ റെയർ എർത്ത് മിനറൽസ്, അതായത് ലോകത്തിലെ നമുക്ക് ഏറ്റവും ക്ലീൻ എനർജി കിട്ടുന്നതാണ് സോളാർ മൊഡ്യൂൾസ്. സോളാർ എനർജിയാണ് നമ്മുടെ ഏറ്റവും ക്ലീനർ ആയിട്ടുള്ള എനർജി. കാരണം വേറൊന്നും നമ്മൾ ബുദ്ധിമുട്ട് ചെയ്യുന്നില്ല, നേരിട്ട് ഡയറക്ട്ലി സോളാർ എനർജി അബ്സോർബ് ചെയ്തിട്ട് നമ്മൾ ഇലക്ട്രിസിറ്റി ആയിട്ട് ജനറേറ്റ് ആണ് ചെയ്യുന്നത്. അപ്പൊ 80% ഈ സോളാർ മൊഡ്യൂൾസിന് ആവശ്യമായി, സോളാർ മൊഡ്യൂൾസ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള റെയർ എർത്ത് മിനറൽസുകളൊക്കെ ഇമ്പോർട്ട് ചെയ്യുന്നത് ഇവിടെ വെച്ചാണ്, ചൈനയെ വെച്ചിട്ടാണ്. ഇപ്പൊ ചൈനയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ ചൈന ഏതെങ്കിലും കാരണവശാൽ അത് സപ്ലൈ ചെയിൻസ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സോളാർ മൊഡ്യൂൾസുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ 2019 COVID-19 വന്ന സമയത്ത് ഒരുപാട് എക്സ്പോർട്ട് റെസ്ട്രിക്ഷൻസ് ചൈന കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ചൈന പറഞ്ഞു ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്നില്ല, ഞങ്ങൾ എക്സ്പോർട്ടിങ് കുറക്കുകയാണെന്ന് പറഞ്ഞ സമയത്ത് പലപ്പോഴും നമ്മുടെ പല രാജ്യങ്ങളുടെയും ഈ സോളാർ മൊഡ്യൂൾസുകൾ ഉണ്ടാക്കുന്ന പലപ്പോഴും ഹാമ്പർ ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. മീൻസ് പലപ്പോഴും ആ ഒരു കാര്യങ്ങൾ ബ്ലോക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു ക്ലീൻ എനർജി എന്ന മിഷനിലേക്ക് നമുക്ക് പോകാൻ സാഹചര്യം ഉണ്ടായിരുന്നില്ല. അതിന് മെയിൻ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ചൈനയെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതാണ്. ചൈനയെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ഓക്കെ സോളാർ മൊഡ്യൂൾസ് ഒക്കെ വന്നു, ചൈനയെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന കണ്ടീഷൻ ആയതുകൊണ്ട് അപ്പൊ അങ്ങനത്തെ ഡിപ്പെൻഡൻസി നമുക്ക് ആവശ്യമായിട്ടില്ല. നമുക്ക് എന്ത് വേണം? നമുക്ക് ഈ ഡൈവേഴ്സിഫൈ ചെയ്യണം. ദാറ്റ് മീൻസ് സപ്ലൈ ചെയിൻ ഡൈവേഴ്സിഫൈ ചെയ്യാന്ന് പറയും. അപ്പൊ അതായത് ചൈനയെ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന ഡിപ്പെൻഡ് ചെയ്യുന്ന പകരമായിട്ട് നമ്മൾ മറ്റ് ട്രസ്റ്റഡ് പാർട്ട്നേഴ്സിനും കൂടി ഡിപ്പെൻഡ് ചെയ്യാം. അവരുമായിട്ട് കൊളാബറേഷൻസ്, ഇപ്പൊ ലോക്കലായിട്ട് മാനുഫാക്ചർ ചെയ്യാൻ പറ്റുന്ന മാനുഫാക്ചർ ചെയ്യാം. അപ്പൊ ഇത്തരത്തിൽ പോവാണെന്നുണ്ടെങ്കിൽ ചൈനയിലോടുള്ള ഡിപ്പെൻഡൻസി നമുക്ക് കുറച്ചെടുക്കാമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു കോർപ്പറേഷനിലൂടെ അവർ മെയിൻ ആയിട്ട് എയിം ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റീജിയണലി ആങ്കേർഡ് ക്ലീൻ എനർജി വാല്യൂ ചെയിൻസ്, ദാറ്റ് മീൻസ് EV, ഇലക്ട്രിക്കൽ വെഹിക്കിൾസ്, സോളാർ, ഹൈഡ്രജൻ, അതുപോലെ തന്നെ സ്കിൽ ഡെവലപ്മെന്റ്. ഇതിനകത്ത് ആളുകൾക്കുള്ള സ്കിൽ ഡെവലപ്മെന്റ്, സ്കിൽ ഇന്ത്യ, നെറ്റ് സീറോ ജോബ് പ്ലാൻസ്, അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങളോട് എന്ത് കൊണ്ടുവരാം? കുറച്ചുകൂടി ക്ലീനർ ആയിട്ടുള്ള ഒരു ടെക്നോളജിയിലേക്ക് രണ്ട് രാജ്യങ്ങളും കൂടി ചേർന്ന് എത്താൻ ശ്രമിക്കുക. ഇതില് സയൻസ്, ടെക്നോളജി ആൻഡ് സ്കിൽ ബിൽഡിംഗിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ജോയിന്റ് ആക്ടിവിറ്റീസിലൂടെ നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മാനുഫാക്ചറിങ്, ഇന്നോവേഷൻസ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്, അക്കാദമിക് എക്സ്ചേഞ്ചസ്, ക്ലൈമറ്റ് അഡാപ്റ്റേഷൻ, ഡിസാസ്റ്റർ റെസിലിയൻസ്, മ്യൂച്വൽ ഇൻവെസ്റ്റ്മെന്റ്, വാട്ടർ സ്പേസ് ടെക്നോളജി തുടങ്ങിയ എൻറ്റയർ കാര്യങ്ങളിൽ നമുക്ക് ഈ പാർട്ണർഷിപ്പ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാമെന്നാണ് പറയുന്നത്. ദാറ്റ് മീൻസ് ജസ്റ്റ് ഒരു ഇൻവെസ്റ്റ്മെന്റ് മാത്രമല്ല, ഇപ്പം രണ്ട് രാജ്യങ്ങളും ചേർന്ന് നമുക്ക് എങ്ങനെ ക്ലൈമറ്റിനെ അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ചിനെ നമുക്ക് എതിരിടാം, അല്ലെങ്കിൽ ഡിസാസ്റ്ററെ നമുക്ക് എങ്ങനെ റെസിലിന്റ് ആയിട്ട് നിൽക്കാം, അതുപോലെ തന്നെ അക്കാദമിക് എക്സ്ചേഞ്ചുകൾ നടത്താം. അപ്പൊ കുറച്ചുകൂടി ബ്രോഡർ ആയിട്ടുള്ള സെൻസിലേക്ക് ഈ ഒരു പാർട്ണർഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഇതില് ഈ ഒരു പോളിസി കൊണ്ടുള്ള ഇമ്പാക്ട് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ടാർഗറ്റ് ആയിട്ടുള്ള 500 GW റിന്യൂവബിൾ എനർജി, അതായത് 2030 കൂടി 500 GW റിന്യൂവബിൾ എനർജി, അതുപോലെ തന്നെ 100 മില്യൺ റൂഫ് ടോപ്പ് സോളാർ ഇൻസ്റ്റാളേഷൻസ്, അതായത് 5 മില്യൺ ടണ്ണോളം ഗ്രീൻ ഹൈഡ്രജൻസ് പ്രൊഡ്യൂസ് ചെയ്യുക, 500 GW റിന്യൂവബിൾ എനർജി സോഴ്സ് ആയിട്ടുള്ള സോളാർ എനർജിയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുക, ഏകദേശം 100 മില്യൺ വീടുകളിലെ റൂഫ് ടോപ്പുകൾ സോളാർ കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യപ്പെടുക. ഇതൊക്കെയാണ് ഗവൺമെന്റിന്റെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യുകയാണ് ഈ ഒരു പാർട്ണർഷിപ്പിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ രണ്ട് നാഷൻസുകളും, അതായത് രണ്ട് രാജ്യങ്ങളും ഒരേ രീതിയിൽ ഈ ഗ്ലോബൽ ക്ലൈമറ്റ് ചലഞ്ചസിനും അതുപോലെ തന്നെ സപ്ലൈ ചെയിൻസിൽ ഡിസപ്ഷൻ, അതായത് ചൈനയുമായിട്ടുള്ള ഡിപ്പെൻഡൻസി ഒക്കെ കുറക്കുക എന്നുള്ളത് രണ്ട് രാജ്യങ്ങളും ഒരേപോലെ അംഗീകരിച്ച് മുന്നോട്ട് പോകാനാണ് ഈ ഒരു ടാർഗറ്റ് വെച്ചിട്ടുള്ളത്. അപ്പം ഇതിൽ നോക്കേണ്ട കാര്യം എന്താണ് ഈ ഒരു REP എന്ന റിന്യൂവബിൾ എനർജി പാർട്ണർഷിപ്പ്, ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ്? ഇന്ത്യ, ഓസ്ട്രേലിയ തമ്മിലാണ്. എന്തൊക്കെയാണ് ഒരു ഒബ്ജക്റ്റീവ്? അതായത് മെയിൻ ആയിട്ട് സപ്ലൈ ചെയിൻ ഡൈവേഴ്സിറ്റി, ചൈനയെ ഡിപ്പെൻഡ് ചെയ്യുന്ന കുറക്കുക, അതുപോലെ തന്നെ കൂടുതൽ ക്ലീനർ ആയിട്ടുള്ള എനർജീസ് പ്രൊഡ്യൂസ് ചെയ്യുക. ഇതാണ് ഈ ഒരു പാർട്ണർഷിപ്പിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയുമാണ് ഈ ഒരു ആർട്ടിക്കിൾ നോക്കുന്നത്. മൂവിംഗ് ഓൺ ടു നെക്സ്റ്റ് ആർട്ടിക്കിൾ, സൈബർ ക്രൈം കേസസ് ഓഫ് ചീറ്റിംഗ് ബൈ പേഴ്സണേഷൻ സർജ് ഇൻ കർണാടക. ഇപ്പൊ ഈ ഒരു ആർട്ടിക്കിൾസിലേക്ക് പോകുന്നതിന് മുന്നേ GSP 3 ഇന്റേണൽ സെക്യൂരിറ്റി, സൈബർ ക്രൈം, ഡിജിറ്റൽ ഫ്രോഡ്, ടെക്നോളജി ത്രെറ്റ്സ്, IT ആക്ട് ഓഫ് 2000, ചലഞ്ചസ് ഇൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് കൺവിക്ഷൻസുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആർട്ടിക്കിളാണ്. ഈ ആർട്ടിക്കിൾസിലേക്ക് പോകുന്നതിന് മുന്നേ എല്ലാവർക്കും പരിചിതമായിട്ടുള്ള കാര്യമായിരിക്കും ഡിജിറ്റൽ അറസ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം. ദാറ്റ് മീൻസ് ഓൺലൈനിൽ ഒരു ഓഫീസർ, ഒരു പോലീസ് ഓഫീസർ വിളിക്കുന്നു, അദ്ദേഹം നിങ്ങളെ ഡിജിറ്റലി അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്, നിങ്ങൾ ഇത്ര എമൗണ്ട് കൊടുത്താൽ മാത്രമാണ് നിങ്ങൾ അറസ്റ്റിൽ നിന്ന് വിട്ടുകൊടുക്കൂ എന്ന് പറയുന്ന പലതരത്തിലുള്ള ഫ്രോഡുകൾ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു ഫ്രോഡ് ഏറ്റവും കൂടുതൽ നടക്കുന്നത് കർണാടകയിലാണെന്നാണ് പറയപ്പെടുന്നത്. ഏകദേശം 70% സൈബർ ക്രൈംസ് ആണ്
കർണാടകയിൽ 2023 കൂടി മാത്രം ഇൻക്രീസ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ആ സൈബർ ക്രൈംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേക്ക് ആയിട്ടുള്ള ജോബ് ഓഫറിംഗ്, അതായത് ജോബ് ഓഫറിംഗ് നൽകുന്നു. അപ്പൊ നമ്മൾ ആ ജോബിന് വേണ്ടി പോകുന്ന സമയത്ത് അവർ പറയും, ഓക്കെ നിങ്ങളൊരു 500 റുപ്പീസ് നിങ്ങൾ പേ ചെയ്യണം, എന്നാൽ നിങ്ങൾക്ക് ജോബ് നൽകാമെന്ന് പറയും. അപ്പൊ ഇത്തരത്തിലുള്ള ഫേക്ക് ജോബ് ഓഫേഴ്സ്, ഓൺലൈൻ ഇൻവെസ്റ്റ്മെന്റ്, അതായത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തോളൂ, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിന് ഇരട്ടിയായി തരാം. ഡീപ് ഫേക്ക് സോഷ്യൽ മീഡിയ പ്രൊഫൈൽസ്, ഡീപ് ഫേക്ക് സോഷ്യൽ മീഡിയ പ്രൊഫൈൽസ്, ഇംപേഴ്സണേഷൻസ്. ഡീപ് ഫേക്ക് സോഷ്യൽ മീഡിയ പ്രൊഫൈൽസ് എന്ന് പറയുന്നത് അതായത് ഒരു വ്യക്തി ആണെന്ന് നമുക്ക്, അല്ലെങ്കിൽ അതൊരു AI ആണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ഒരു സോഷ്യൽ മീഡിയ പ്രൊഫൈൽസുകൾ ക്രിയേറ്റ് ചെയ്യും ഡീപ് ഫേക്കുകൾ ഉപയോഗിച്ചിട്ട്. എന്നിട്ട് അവരിലൂടെ ഒരു സൗഹൃദം ബിൽഡ് ചെയ്തിട്ട് എന്താണ് നമ്മൾ പൈസ വാങ്ങുക. അതാണ് ഡീപ് ഫേക്ക് സോഷ്യൽ മീഡിയ പ്രൊഫൈൽസ്. പിന്നെ ഇംപേഴ്സണേഷൻ സ്കാം. ഇംപേഴ്സണേഷൻ സ്കാം എന്ന് പറയുന്നത് അതായത് ജെന്യുവൻ ആയിട്ടുള്ള വ്യക്തി ഉണ്ടായിരിക്കും, ആ വ്യക്തിയുടെ സെയിം പ്രൊഫൈൽസും കാര്യങ്ങളും സെയിം കണ്ടീഷൻസും എന്താണ് പ്രൊഫൈൽ പിക്ചറൊക്കെ ഉപയോഗിച്ചിട്ട് മറ്റൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാം. ഇതാണ് ഇംപേഴ്സണേഷൻ എന്ന് പറയുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും, ആ ഒരു പ്രൊഫൈൽ വെച്ചിട്ട് അവർക്ക് വേണ്ടപ്പെട്ട ആളുകളോട് എന്താണ് പൈസ കടം ചോദിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ പലപ്പോഴും അത്രയും വലിയ ആൾ നമ്മളോട് പൈസ കടം ചോദിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, വേഗം തന്നെ കൊടുക്കാൻ ശ്രമിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള സ്കാമുകളാണ് സോഷ്യൽ മീഡിയയിൽ സൈബർ ക്രൈംസുകളായിട്ട് അംഗീകരിച്ചിട്ടുള്ളത്. അതാണ് ഏറ്റവും കൂടുതലായിട്ട് കർണാടകയിൽ 70% ഈ സൈബർ ക്രൈംസ് കൂടിയിട്ടുള്ളത്. ഓക്കെ, സോ ഈ സൈബർ ക്രൈംസിന്റെ ഭാഗമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആസ് പെർ IT ആക്ട് പ്രകാരം 3 വർഷം തടവും അതുപോലെ തന്നെ 1 ലക്ഷം രൂപ പിഴയുമാണ് സാധാരണ നിങ്ങൾക്ക് ഈടാക്കാറുള്ളത്. ഓക്കെ, ഏതെങ്കിലും തരത്തിലുള്ള ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ ഡിവൈസിലൂടെ നിങ്ങൾ ചീറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ. ഇനി കർണാടകയിലെ മാത്രം ചാർജ് ഷീറ്റിങ്ങും കാര്യങ്ങളൊക്കെ അന്വേഷണമൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആസ് പെർ 66D, അതായത് സൈബർ ക്രൈംസ് IT ആക്ട് 2000 66D പ്രകാരമാണ് ഇതിന്റെ അകത്തുള്ള കേസ് വരുന്നത്. ഏകദേശം 25% മാത്രമാണ് സൈബർ ക്രൈംസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതായത് ഒരു 100 കേസുകൾ വന്നു കഴിഞ്ഞാൽ അതിൽ 25% മാത്രമാണ് പോലീസുകാർ എന്താണ് ചാർജ് ഷീറ്റിലായിട്ട് എഴുതപ്പെടുകയുള്ളൂ. ബാക്കിയെല്ലാം അവരെന്താണ് പറഞ്ഞറിയിക്കോ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയിട്ട് അവർ ഒഴിവാക്കും. ഈ 25% കേസിൽ തന്നെ 33 അല്ലെങ്കിൽ 34% മാത്രമാണ് കൺവിക്ഷൻ റേറ്റ് എന്ന് പറയുന്നത്. അതായത് 25% റിപ്പോർട്ട് ചെയ്ത കേസിന്റെ അകത്ത് അതിൽ തന്നെ വെറും ഒരു 34% ആളുകളെ മാത്രമാണ് കൺവിക്ട് ചെയ്തിട്ടുള്ളത്. ബാക്കി ആളുകളൊക്കെ എന്ത് ചെയ്യും, ഒഴിവാക്കാനാണ് പതിവ്. ചിലപ്പോൾ ഈ എന്താണ് പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്നിട്ട് അറിഞ്ഞിട്ടായിരിക്കും ഈ ഒരു കേസ് നടക്കുന്നത്. ഓക്കെ, അപ്പം ഇവിടെ പറയുന്നത് വെച്ചാൽ എൻഫോഴ്സ്മെന്റ് വളരെ വീക്കാണ്. ദാറ്റ് മീൻസ് പോലീസുകാർ പോലും പലപ്പോഴും ഇതിന് കൂട്ടി നിൽക്കാറുണ്ട്. അപ്പം ഈ ഒരു സ്റ്റേറ്റ് നോക്കുകയാണെങ്കിൽ ഈ സ്റ്റേറ്റ് ആണ് ആദ്യമായിട്ട് എന്താണ് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സൈബർ പോലീസ് സ്റ്റേഷൻസ്, സിറ്റിസൺസ് ലെവലുള്ള സൈബർ പോലീസ് സ്റ്റേഷൻസ് അവർ കൊണ്ടുവന്നിട്ടുള്ളത്. എന്നിരുന്നാൽ പോലും അതായത് ബെറ്റർ ആയിട്ടുള്ള റെക്കോർഡിങ്, ബെറ്റർ ആയിട്ടുള്ള സൈബർ ക്രൈംസ് റിപ്പോർട്ടിങ് തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇന്ത്യയിൽ ആദ്യമായി കൊണ്ടുവന്നിരിക്കുന്ന സ്റ്റേറ്റ് ആണ് കർണാടക എന്ന് പറയുന്നത്. എന്നിരുന്നാൽ പോലും അവിടെയാണ് ഏറ്റവും കൂടുതൽ സൈബർ ക്രൈംസുകളും വരുന്നത്. അപ്പൊ മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പർ ആയിട്ടുള്ള കോർഡിനേഷൻ ഇല്ല, പ്രോപ്പർ ആയിട്ട് അവരെ കൺവിക്ട് ചെയ്യുന്നില്ല, പ്രോപ്പർ ആയിട്ടുള്ള കേസുകളൊന്നും അവിടെ നടക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് വീണ്ടും ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസുകൾ നടക്കുന്നത്. ഓക്കെ, ഇനി ഇംപേഴ്സണേഷൻ ടൈപ്സ് ആൻഡ് മെത്തേഡ്സ്. എന്താണ് ഇംപേഴ്സണേഷൻസ്? ഇപ്പം ഒന്നാമത്തെ കാര്യം ഡിജിറ്റൽ അറസ്റ്റ് സ്കാംസ്. ഡിജിറ്റൽ അറസ്റ്റ് സ്കാം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഫ്രോഡ്സ്റ്റർ വന്നിട്ട് ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞാൽ നമ്മുടെ മുന്നിൽ ഓൺലൈനായിട്ട് നിൽക്കും, അത് ഡിജിറ്റലി അറസ്റ്റ് ചെയ്യും, എന്നിട്ട് പറയും പൈസ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ വിടാന്ന് പറയും. അപ്പൊ ഇത്ര സ്കാം കോളുകൾ വരാം, AI ഡ്രിവൺ ഫിഷിംഗ്, സ്പൂഫിംഗ്, സോഷ്യൽ മീഡിയ ഇംപേഴ്സണേഷൻസ്, ഫ്രോഡുലന്റ് ജോബ് സെലക്ഷൻ മെസ്സേജസ്, ഇതൊക്കെയാണ് ആക്ച്വലി സോഷ്യൽ മീഡിയ സ്കാംസ് എന്ന് പറയുന്നത്. പലപ്പോഴും ഇതിനൊക്കെ മൊത്തത്തിൽ നമ്മൾ ഈ ഒരു ഗ്രൂപ്പിനെ നമ്മൾ ഇന്നലെ ഫ്രോഡ് ഫാക്ടറീസ് ആണ് അറിയപ്പെടാറുള്ളത്. ഫ്രോഡ് ഫാക്ടറീസ് അവർ എന്തെങ്കിലും മാൽവാർസുകൾ ഉപയോഗിച്ചിട്ട് ഫേക്ക് ആയിട്ടുള്ള കൊറിയർ കോളുകൾ, പലപ്പോഴും കൊറിയർ കോളുകൾ, നിങ്ങൾക്ക് ഒരു കൊറിയർ വന്നു അല്ലെങ്കിൽ കൊറിയർ കോൾ വന്നു, നിങ്ങൾ ഇത്ര എമൗണ്ട് അടക്കണം എന്നാലും മാത്രം നിങ്ങൾക്ക് കൊറിയർ വിട്ട് നൽകാമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇല്ലിസിറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും മൊബൈൽ ആപ്ലിക്കേഷൻസുകളിലൂടെ നിങ്ങളുടെ ഫോണിന്റെ റിമോട്ട് ആക്സസുകൾ നേടുക, നിങ്ങളുടെ ക്യാമറ ആക്സസുകൾ നേടുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫണ്ടുകൾ അവരിലേക്ക് എത്തിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ. അപ്പം ഏതെങ്കിലും ആപ്ലിക്കേഷൻസ് ഒക്കെ അതിലൂടെയൊക്കെ എന്താണ് ഇല്ലിസിറ്റ് ആയിട്ടുള്ള മൊബൈൽ ആപ്ലിക്കേഷനിലൂടെയൊക്കെ അവർ ഈ കാര്യങ്ങളൊക്കെ അവർ ചോർത്താറുണ്ട്. അപ്പം ഈ ഒരു കാര്യങ്ങളിലൂടെ പോകുന്ന സമയത്ത് നമ്മുടെ ഡിജിറ്റൽ ലിറ്ററസീനെ എക്സ്പ്ലോർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ തന്നെ ചിലപ്പോൾ നല്ല രീതിയിൽ ഡിജിറ്റൽ ലിറ്ററസിയുള്ള ആളുകളെ മൊബൈൽ ഫോൺ ആയിരിക്കും ഹാക്ക് ചെയ്യപ്പെടുന്നത്. സോഷ്യൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ നമ്മുടെ വീക്ക് ആയിട്ടുള്ള പേയ്മെന്റ് സിസ്റ്റം, എസ്പെഷ്യലി നമ്മുടെ UPI പേയ്മെന്റ് പോലെ കുറച്ചുകൂടി വീക്കർ ആയിട്ടുള്ള പേയ്മെന്റ് സിസ്റ്റം ആണ്. ജസ്റ്റ് ഒരു എന്താണ് UPI പിന്നടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പൈസ ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റും. അപ്പൊ പണ്ടൊക്കെയാണെന്നെങ്കിൽ എന്താണ് ബാങ്ക് ടു ബാങ്ക് ട്രാൻസാക്ഷൻ എന്നൊക്കെ പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യം, നെഫ്റ്റിങ്ങോ അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റേതെങ്കിലും ട്രാൻസാക്ഷൻ മെത്തേഡ്സുകൾ ഉപയോഗിക്കണം. അപ്പം ഓപ്പോസിറ്റ് അയക്കുന്ന ആളുകളുടെ അക്കൗണ്ടും ജെനുവിൻ ആണെന്നുണ്ടെങ്കിൽ മാത്രമാണ് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ആഡ് ചെയ്ത് 3 ദിവസം കഴിഞ്ഞാലൊക്കെയാണ് ആഡ് ചെയ്യാൻ സാധിക്കും. ഇപ്പം UPI പേയ്മെന്റ് വന്ന സമയത്ത് കുറച്ചുകൂടി ഈസി ആയിട്ട് ട്രാൻസാക്ഷൻസ് ഒക്കെ എളുപ്പമാവുന്നത്. അപ്പൊ അതിനകത്ത് തന്നെ കുറെ ഫ്രോഡുലന്റ് ആക്ടിവിറ്റീസുകൾ നടക്കുന്നുണ്ട്. ഇനി അതിലെ പോളിസി മെഷേഴ്സ് അല്ലെങ്കിൽ സൊല്യൂഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ
ഇതിന് നമുക്ക് നിലവിലുള്ള IT ആക്ട് ഓഫ് 2000, ഒരു ആക്ട് എന്ന് പറഞ്ഞാൽ IT ആക്ട് ഓഫ് 2000 ആണ്. പിന്നീട് IT റൂൾസ് ഓഫ് 2021, ദെൻ ഡിജിറ്റൽ പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ ആക്ട് ഓഫ് 2023. ഈ 3 ആക്ടുകൾ പ്രകാരമാണ് ഇതിൽ കേസുകൾ എടുക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1 ലക്ഷം രൂപ പിഴയോ 3 വർഷം തടവോ ആയിരിക്കാം. ഈ ഒരു ആക്ട് ഒക്കെ പ്രകാരം എന്താണ് നമുക്ക് കേസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കേണ്ട പിഴയും തടവും എന്ന് പറയുന്നത്. ഇപ്പോൾ ഗവൺമെന്റ് ഓൾറെഡി റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന AI ഡ്രിവൻ ഫ്രോഡ് ഡിറ്റക്ഷൻസ്, പബ്ലിക് അവയർനെസ് ഡ്രൈവ്സ്, ട്രേസബിലിറ്റി ഇൻ പേയ്മെന്റ്സ്, ദാറ്റ് ഈസ് ബ്ലോക്ക് ചെയിൻസ് ആൻഡ് റെഗുലർ അപ്സ്കില്ലിംഗ് ഫോർ പോലീസ്. അതായത് ഒന്നാമത്തെ കാര്യം പോലീസിനെ ഒന്ന് അപ്സ്കിൽ ചെയ്യാം. പിന്നെ ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു AI ഡ്രിവൺ ആയിട്ടുള്ള ഫ്രോഡ് ഡിറ്റക്ഷൻസ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ മുഖേന നിങ്ങൾ ഫ്രോഡിലന്റ് ആക്ടിവിറ്റീസ് എന്താണ് ഡിറ്റക്ട് ചെയ്യാൻ പഠിക്കുക. പബ്ലിക് ആയിട്ട് അല്ലെങ്കിൽ ജനങ്ങളെ അവയർനെസ് കൊടുക്കുക. ദാറ്റ് മീൻസ് എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു OTP ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഇത്ര ഡിജിറ്റൽ അറസ്റ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പൈസ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ, അങ്ങനെ പബ്ലിക് അവയർനെസ് നൽകാം. അപ്പൊ സിറ്റിസൺസിനെ കൂടുതലും എന്താണ് അവയർനെസ്സിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാം. പിന്നെ അവരോട് പറയുന്ന മറ്റൊരു കാര്യമാണ് അൺഒഫീഷ്യൽ ആയിട്ടുള്ള ആപ്ലിക്കേഷനിൽ നിന്ന്, അൺഒഫീഷ്യൽ ആയിട്ട് ലിങ്കിൽ നിന്ന് എന്ത് ചെയ്യാതിരിക്കുക, നിങ്ങൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്ന OTT മറ്റാർക്കും ഷെയർ ചെയ്യാതിരിക്കാം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സൈബർ ക്രൈംസിൽ നിന്ന് ഒരു പരിധി വരെ നമ്മൾക്ക് ജനങ്ങൾക്ക് രക്ഷ നേടാമെന്നാണ് പറയുന്നത്. ഓക്കെ, അത്രയുമാണ് ആർട്ടിക്കിൾ നോക്കാനുള്ളത്. മൂവിംഗ് ഓൺ ടു ദ ഫൈനൽ ആർട്ടിക്കിൾ, മൈക്രോ പ്ലാസ്റ്റിക്സ് പൊല്യൂഷൻസ്, ഗോവാസ് എസ്സറൻസ് ഫിഷറീസ് ആൻഡ് ഹ്യൂമൻ കൺസ്യൂമേഴ്സ്. അപ്പൊ ഈ ഒരു ആർട്ടിക്കിൾസിൽ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻവയോൺമെന്റൽ പൊല്യൂഷൻ ആണ്. അപ്പം ഗോവയിൽ റീസെന്റ് ആയിട്ട് CSIR, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യാനോഗ്രഫി നടത്തിയിരിക്കുന്ന റിസർച്ചിന്റെ അകത്ത് ഈ എസ്റൈൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ബാക്ക് വാട്ടേഴ്സ് ആണ്. അത് ഗോവയിലൊക്കെ ഒരുപാട് എസ്റൈൻസ് ഉണ്ട്. അത് ഗോവ റീജിയൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നമ്മുടെ ഓഷ്യൻ എന്ന് കരുതാം. ഈ ഒരു ഓഷ്യനിലെ വെള്ളം ഈ കാര്യം നിൽക്കുന്നതാണ് നമ്മൾ എസ്റൈൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ എസ്റൈൻസിൽ നോക്കുന്ന ഒരുപാട് തരത്തിലുള്ള ഈ എന്താണ് മത്സ്യങ്ങളൊക്കെ ബ്രീഡ് ചെയ്യുന്ന ഒരു ഏരിയയാണ്. അപ്പം കടൽ മത്സ്യങ്ങളൊക്കെ വന്ന് ഈ എസ്റൈൻസിൽ വന്നിട്ടാണ് ബ്രീഡ് ചെയ്യപ്പെടുന്നത്. അപ്പൊ ഒരുപാട് മത്സ്യസമ്പത്തുള്ള ഏരിയ ആണ് ഈ പറഞ്ഞ എസ്റൈൻസ് എന്ന് പറയുന്നത്. അതായത് വെള്ളം അകത്തേക്ക് കടക്കുന്ന ചെറിയൊരു ഭാഗം. അപ്പൊ ഈ ഒരു ഏരിയയിൽ ഒരു സ്റ്റഡി കണ്ടക്ട് ചെയ്ത സമയത്ത് ഹെവി മൈക്രോ പ്ലാസ്റ്റിക് കണ്ടാമിനേഷൻസുകൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ദാറ്റ് മീൻസ് ഏകദേശം 251 സ്പെസിമെൻസ്, അതുപോലെ തന്നെ 9 സ്പീഷീസിനെയും പഠിച്ച സമയത്ത്, ഷെൽ ഫിഷിനെയും ഫിഷിനെയൊക്കെ പഠിച്ച സമയത്ത് ഏകദേശം ഹെവി മൈക്രോ പ്ലാസ്റ്റിക് കണ്ടാമിനേഷൻസ് ആ ഒരു റീജിയനിൽ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഈ മൈക്രോ പ്ലാസ്റ്റിക്കുകൾ എന്ന് പറയുന്നത് ഈ പ്ലാസ്റ്റിക്കുകളെ വിഘടിച്ചുണ്ടാവുന്ന ഏറ്റവും മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള പ്ലാസ്റ്റിക് കണ്ടന്റുകളാണ് മൈക്രോസ്കോപ്പിക് അല്ലെങ്കിൽ മൈക്രോ പ്ലാസ്റ്റിക് കണ്ടാമിനേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ മൈക്രോ പ്ലാസ്റ്റിക്കുകളൊക്കെ നമ്മുടെ അന്തരീക്ഷത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ വെള്ളത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇപ്പൊ ഏതെങ്കിലും തരത്തിൽ വെള്ളത്തിലേക്ക് എത്താം. പലപ്പോഴും ഈ പുഴയിലൂടെ ഒഴുകി വെള്ളത്തിലേക്ക് എത്താം. ആ വെള്ളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് ആര് ഇത് ഭക്ഷിക്കും? അവിടെ നിന്ന് ഫസ്റ്റ് ഭക്ഷിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഫിഷസുകളായിരിക്കും. അപ്പൊ അക്വാട്ടിക് ഓർഗാനിസംസ് ആയിട്ടുള്ള ഷെൽ ഫിഷ്, അതുപോലെ തന്നെ നോർമൽ ഫിഷ് ഒക്കെ ഇത് ഭക്ഷിക്കാൻ തുടങ്ങി. ഇതാണ് ബയോ അക്യൂമുലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അക്യൂമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതിനെ ഭക്ഷിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന മൈക്രോ പ്ലാസ്റ്റിക്കുകൾ ആ ജീവജാലങ്ങളുടെ ശരീരത്തിൽ ഉണ്ടായിരിക്കും. അതിനെ ഭക്ഷിക്കുന്ന നമ്മളിലേക്കും അതെത്തും. നമുക്ക് ക്യാൻസർ വരെയുള്ള കാര്യങ്ങൾ എത്തിക്കേണ്ടത് കാരണമാവും. അപ്പോൾ ഒരു ടോക്സിസിറ്റി നിറഞ്ഞിരിക്കുന്ന ഒരു വെള്ളമായിരിക്കും പിന്നെ ഉണ്ടാവുന്നത്. സാധാരണ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ ഒരു ഫിഗറിൽ കാണുന്ന പോലെ തന്നെ ഈ പൊല്യൂട്ടൻസ് ഇതിൽ നടക്കുന്ന വെച്ചാൽ മൈക്രോ പ്ലാസ്റ്റിക്, ഈ പ്ലാസ്റ്റിക്കുകൾ വിഘടിക്കും. UV റേസ് വന്നു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക്കുകൾ വിഘടിച്ച് കുഞ്ഞു കുഞ്ഞു മൈക്രോ പ്ലാസ്റ്റിക്കുകളായി മാറും. അപ്പോൾ ഓൾറെഡി നമ്മുടെ പൊല്യൂട്ടൻസ്, അതായത് ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്ന പൊല്യൂട്ടൻസും ഈ മൈക്രോ പ്ലാസ്റ്റിക്കുകളിൽ അബ്സോർബ് ചെയ്യപ്പെടും. ഇങ്ങനെ അബ്സോർബ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഓട്ടോമാറ്റിക്കലി ഈ മൈക്രോ പ്ലാസ്റ്റിക്കുകളിൽ ഈ ഒരു പൊല്യൂട്ടന്റ് ആയിട്ടുള്ള കാര്യം കൂടെ അബ്സോർബ് ചെയ്യും. അങ്ങനെ ഈ ഒരു മൈക്രോ പ്ലാസ്റ്റിക്കുകൾ കംപ്ലീറ്റ്ലി പൊല്യൂട്ടഡ് ആയിട്ട് മാറും. അപ്പൊ ഈ പൊല്യൂട്ട് ചെയ്തിരിക്കുന്ന മൈക്രോ പ്ലാസ്റ്റിക്കുകൾ ആര് ഭക്ഷിക്കും? ഫസ്റ്റ് പ്ലാങ്ക്ടൺസ്. അപ്പൊ പ്ലാങ്ക്ടൺസ് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു ജീവികൾ, അത് ഭക്ഷിക്കും. അതിനുശേഷം അതിനെ സെക്കൻഡറി കൺസ്യൂമേഴ്സ് അല്ല നോർമൽ ഫിഷസുകൾ ഭക്ഷിക്കും. അതിനെ ടെറിഷറി കൺസ്യൂമേഴ്സിലുള്ള ഈ ഫിഷസ് ഭക്ഷിക്കും. ഈ ഫിഷസുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യും? നെറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ അതിനെയൊക്കെ പിടിച്ച് നമ്മൾ ഭക്ഷിക്കും. ഓട്ടോമാറ്റിക്കലി ഈ പറഞ്ഞിരിക്കുന്ന മൈക്രോ പ്ലാസ്റ്റിക്കുകൾ, നമ്മൾ കൊടുക്കുന്ന മൈക്രോ പ്ലാസ്റ്റിക്കുകൾ നമ്മളുടെ ഇൻജസ്റ്റനിലേക്ക് തന്നെ തിരിച്ചെത്തുകയും ചെയ്യും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതെന്ത് സംഭവിക്കും? എന്തിന് കാരണമാവും? ക്യാൻസർ പോലുള്ള റിസ്കിന് കാരണമാവും. അപ്പൊ നമ്മുടെ ഡൈജസ്റ്റീവ് ട്രാക്സിലും കാര്യങ്ങളിലൊക്കെ വന്ന് കൊടുക്കും ഓട്ടോമാറ്റിക്കലി ക്യാൻസേഴ്സ് തുടങ്ങിയിരുന്ന കാര്യങ്ങൾ. അപ്പം ഈ ഒരു കൺസെപ്ഷൻ, കണ്ടാമിനേറ്റ് ഉള്ള ഫിഷസുകൾ നമ്മൾ കൺസ്യൂം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഹെൽത്ത് പ്രോബ്ലംസ്, ഇൻഫ്ലമേഷൻസ്, ഇമ്മ്യൂണിറ്റി റെഡ്യൂസ് ചെയ്യപ്പെടും. അതുപോലെ തന്നെ എൻഡോക്രൈൻ ഡിസപ്ഷൻസ് വരും. അപ്പൊ ഇത്തരം കാര്യങ്ങളിലൊക്കെ നമ്മുടെ ശരീരം കോംപ്രമൈസ് ചെയ്യപ്പെടും. അപ്പൊ ഈ സ്റ്റഡീസ് പറയുന്ന കാര്യം, സ്റ്റഡീസ് ഇപ്പം പറഞ്ഞിരിക്കുന്നത്, ഇവിടെ നിങ്ങൾ ബയോ മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്. എന്താണ് ബയോ മാഗ്നിഫിക്കേഷൻസ് എന്നുള്ള കാര്യങ്ങൾ? അതായത്
ഈ പറഞ്ഞിരിക്കുന്ന മൈക്രോ പ്ലാസ്റ്റിക്കുകളൊക്കെ വീണ്ടും വീണ്ടും ഈ ടെറിഷറി കൺസ്യൂമേഴ്സ് ഒക്കെ കൺസ്യൂം ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആ വെള്ളം കൂടുതൽ വീണ്ടും ഡിഗ്രേഡ് ആയിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഇതിനാണ് ബയോ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം ഈ മൈക്രോ പ്ലാസ്റ്റിക്കിന്റെ പൊല്യൂഷൻസിന്റെ സോഴ്സ് എവിടെയാണ്? ഒന്നാമത്തെ കാര്യം ഡീഗ്രേഡ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് വേസ്റ്റ് ഡീഗ്രേഡ് ചെയ്യുക. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ഡിസ്ചാർജ്, ദെൻ ഫിഷിംഗ് ഗിയർ എന്ന് പറയുന്നത് ഈ നെറ്റൊക്കെ ഉണ്ടാവുമല്ലോ, ഈ നെറ്റൊക്കെയാണ് ഫിഷിംഗ് ഗിയർ എന്ന് പറയുന്നത്. പിന്നെ സീവേജ് ഒക്കെ റൺ ഓഫ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അതിൽ കുറച്ച് പ്ലാസ്റ്റിക്കുകൾ വരും, വിഘടിക്കും. അത് നമ്മുടെ ഫ്രാഗ്മെന്റ്സുകളായി, ഫിലമെന്റ്സുകളായി, ഫൈബേഴ്സുകളായൊക്കെ കുഞ്ഞു 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 പ്ലാസ്റ്റിക് തരികളൊക്കെ ആയിട്ട് എന്തിലേക്ക് മാറും? നമ്മുടെ ഈ വെള്ളത്തിലേക്ക് കലരും. അപ്പൊ ഇങ്ങനെയാണ് മൈക്രോ പ്ലാസ്റ്റിക്കുകൾ വെള്ളത്തിലേക്ക് എത്തുന്നത്. മേ ബി ചിലപ്പം ടോപ്പ് വാട്ടറിലേക്ക് അല്ലെങ്കിൽ ഓപ്പൺ വാട്ടേഴ്സിലേക്ക് ഏറ്റവും ടോപ്പിലേക്ക് മൈക്രോ പ്ലാസ്റ്റിക്കുകൾ എത്താം. അല്ലെങ്കിൽ നമ്മളെ ബോട്ടം ഡ്വെല്ലിംഗ്, ഈ ട്രോളിങ്ങിലൊക്കെ നമ്മൾ ഈ നെറ്റൊക്കെ ഇടുന്ന സമയത്ത് ഭൂമിയുടെ കടലിന്റെ അടിത്തട്ടിലേക്ക് അല്ലെങ്കിൽ പുഴ അടിത്തട്ടിലേക്കും ഈ പ്ലാസ്റ്റിക്കുകളൊക്കെ മൈക്രോ പ്ലാസ്റ്റിക്കുകൾ എത്താൻ സാധ്യതയുണ്ട്. അപ്പം ഏത് രീതിയിലും മൈക്രോ പ്ലാസ്റ്റിക്കുകൾ ഒരു അപകടകാരിയായിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇത് മെയിൻ ആയിട്ടുള്ള കാര്യം സ്റ്റഡീസ് പറയുന്ന കാര്യം വെച്ചാൽ ഇതുകൊണ്ട് മനുഷ്യന്മാർക്ക് മാത്രമല്ല, ഇത്തരത്തിലുള്ള മൈക്രോ പ്ലാസ്റ്റിക്കുകൾ ഫിഷസുകൾ ഭക്ഷിക്കുന്ന സമയത്ത് ഫിഷിന്റെ ഗ്രോത്തും ഫിഷിന്റെ റീപ്രൊഡക്റ്റീവ് ഔട്ട്പുട്ടിനെയും ബാധിക്കും. അതായത് അടുത്ത തവണ ഒരു മത്സ്യസമ്പത്ത് ഉണ്ടാവുന്നതിനും ഇത് ബാധിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള കണ്ടീഷൻസ് കൂടി ഉണ്ടായിരിക്കും. അപ്പൊ അതും നമ്മളെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് എസ്പെഷ്യലി എസ്റ്ററൈൻസ് പോലെയുള്ള ഏരിയസിലാണ് ഇത്തരത്തിലുള്ള എന്തുണ്ടാവുന്നത്? മൈക്രോ പ്ലാസ്റ്റിക് കണ്ടാമിനേഷൻസ് കൊണ്ടുണ്ടാകുന്നത്. കാരണം എസ്റ്ററൈൻസിലാണ് കൂടുതലും ബ്രീഡിംഗ് സ്റ്റേഷൻ, ഞാൻ ഓൾറെഡി പറഞ്ഞു, ബ്രീഡിംഗ് സ്റ്റേഷൻ നടക്കുന്ന ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞിരിക്കുന്ന എസ്റ്ററൈൻസിലാണ്. ഇനി ഇതിന്റെ പോളിസി റെക്കമെൻഡേഷൻ നമുക്ക് ആസ് എ വേ ഫോർവേഡ് നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും? ഫസ്റ്റ് ഓഫ് ഓൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ പ്ലാസ്റ്റിക് വേസ്റ്റ് ഡിസ്പോസൽ കുറക്കാൻ ശ്രമിക്കാം. ആവശ്യമുള്ള ഇൻഫ്രാസ്ട്രക്ചേഴ്സ് കൊണ്ടുവരാം. അതായത് പ്ലാസ്റ്റിക്കുകളൊക്കെ പെട്ടെന്ന് കളക്ട് ചെയ്യുക, അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള പ്രോപ്പർ ഡിസ്ചാർജിങ് ഓഫ് പ്ലാസ്റ്റിക്സുകൾ. അപ്പൊ ഇത്തരം കാര്യങ്ങൾ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അൾട്ടർനേറ്റീവ് അല്ല, പ്ലാസ്റ്റിക്കിന് അൾട്ടർനേറ്റീവ് ഉള്ള ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടുവരും. അപ്പൊ നമ്മൾ പ്ലാസ്റ്റിക്കിന് പകരമായിട്ട് നമ്മൾ പേപ്പർ കവേഴ്സ് ഒക്കെ ഉപയോഗിക്കുന്ന പോലെ പ്ലാസ്റ്റിക്കിന് ആൾട്ടർനേറ്റീവ് ഉള്ള കാര്യങ്ങൾ കൊണ്ടുവരാം. പിന്നെ ഈ മൈക്രോ പ്ലാസ്റ്റിക്സിനെ പൂർണ്ണമായിട്ട് മോണിറ്റർ ചെയ്യാം. അപ്പൊ നമുക്ക് മൈക്രോൺസിൽ, അതായത് 30 മൈക്രോൺസിലേക്കും കുറവ് വരുന്ന പ്ലാസ്റ്റിക്സുകളൊക്കെ മാർക്കറ്റിൽ വരുന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് മോണിറ്റർ ചെയ്യാം. ദെൻ ഈ ഫിഷർമാൻ, ലോക്കൽ ബോഡീസ് സ്ട്രിക്റ്റ് ആയിട്ട് റെഗുലേഷൻസ് കൊണ്ടുവരാം. ഫിഷിംഗ് ഗിയേഴ്സ് ഉപയോഗിക്കുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ പബ്ലിക് അവയർനെസ് നൽകാം. നിങ്ങൾ പ്ലാസ്റ്റിക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഇഷ്യൂസുകൾ എന്താണ്, നിങ്ങൾക്ക് തന്നെയാണെന്നുള്ള ഒരു അവയർനെസ് നൽകാൻ ശ്രമിക്കാം. അപ്പൊ ഇതാണ് ഈ ഒരു ആർട്ടിക്കിൾ നോക്കാനുള്ളത്. അപ്പൊ മൈക്രോ പ്ലാസ്റ്റിക്സ് എന്ന് പറയുന്നതും എൻവയറമെന്റിനെ ബന്ധപ്പെട്ടിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള UPSC ചോദിക്കുന്ന ഒരു ഏരിയമാണ് മൈക്രോ പ്ലാസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇവൻ നിങ്ങൾ ഉപയോഗിക്കുന്ന ലിപ്സ്റ്റിക്സിലാണെന്നുണ്ടെങ്കിലും കൂടുതൽ കാണപ്പെടുന്നത് ഈ മൈക്രോ പ്ലാസ്റ്റിക്സുകളാണ്. അപ്പൊ ഈ മൈക്രോ പ്ലാസ്റ്റിക്സുകൾ പലപ്പോഴും ക്യാൻസറിന് കാരണമായ മൈക്രോ പ്ലാസ്റ്റിക്സുകളാണ് ഇപ്പം നിലവിൽ നമ്മുടെ എൻവയറമെന്റിന്റെ ഏറ്റവും ത്രറ്റൻ എന്ന് പറയുന്നത്. നോർമൽ പ്ലാസ്റ്റിക്കിനെക്കാട്ടും ത്രറ്റ് ആയിരിക്കുന്ന മൈക്രോ പ്ലാസ്റ്റിക്കുകളാണ്. അത് നമ്മുടെ ഗോവയിലുള്ള എസ്റൈൻസിൽ റീസെന്റ് ആയി കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്, അതിന് ഹൈ എമൗണ്ടിൽ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് ഈ ഒരു ആർട്ടിക്കിൾസിൽ നോക്കാനുള്ളത്. ഈ ഒരു ഫിഗറിൽ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് നമ്മുടെ മൈക്രോ പ്ലാസ്റ്റിക്കുകൾ, കണ്ടാമിനേറ്റഡ് മൈക്രോ പ്ലാസ്റ്റിക്കുകൾ എത്തുന്നുള്ള കാര്യങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ അത്രയും മാത്രം നമുക്ക് ഇന്നത്തെ പേപ്പറിൽ നോക്കാം. എനിവേ, താങ്ക് യു ആൻഡ് ഗുഡ് ബൈ.